SOG രഹസ്യം ചോർത്തിയതിന് സസ്പെൻഡ് ചെയ്ത കമാൻഡോകളെ തിരിച്ചെടുത്ത നടപടി റദ്ദാക്കി. SOGയിലെ കമാൻഡോ ഹവിൽദാർമാരായ മുഹമ്മദ് ഇല്യാസ്, പായ് സെബാസ്റ്റ്യൻ എന്നിവരെ തിരിച്ചെടുത്ത ഉത്തരവാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. IRB കമാൻഡന്റ് മുഹമ്മദ് നദീമുദ്ദീൻ ഇറക്കിയ തിരിച്ചെടുക്കൽ ഉത്തരവാണ് DIG R ആനന്ദ് റദ്ദാക്കിയത്. 24 ബിഗ് ബ്രേക്കിംഗ്. ദീപക് ധർമ്മടം കോഴിക്കോട് വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, എന്താണ് ശരിക്കും സംഭവിച്ചത്? നമ്മുടെ വാർത്തയാണോ ഈ തീരുമാനം റദ്ദ് ചെയ്യാനുള്ള നടപടിക്ക് കാരണമായത്? വെരി ഗുഡ് ഈവനിങ്. നമ്മുടെ വാർത്തയാണോ തീരുമാനം റദ്ദ് ചെയ്യാൻ ഇടയാക്കിയത് എന്നുള്ളത് നമ്മൾ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നില്ല. പക്ഷേ ഈ രഹസ്യമാക്കി നടത്തിയ ഒരു തിരിച്ചെടുക്കൽ, അതിവേഗ തിരിച്ചെടുക്കൽ, അത് പുറത്തുവിടുന്നത് 24 ആണ്. ഇന്നലെ ആയിരുന്നു SKN ഓർക്കുന്നുണ്ടാവും, ഈ വാർത്ത നമ്മൾ പുറത്തുവിടുന്നു, രാത്രിയാണ്. പക്ഷേ എന്നാൽ സർക്കാർ തലത്തിൽ പെട്ടെന്ന് തന്നെ ഇടപെടൽ ഉണ്ടാകുന്നു. മാത്രവുമല്ല, ഈ രഹസ്യമായി നടത്തിയ ഈ തിരിച്ചെടുക്കൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട്, അതും അതീവ ഗുരുതരമായ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തു, മുൻ നിലമ്പൂർ MLAക്ക് ചോർത്തിക്കൊടുത്തു എന്ന് ഇപ്പോൾ വീണ്ടും സസ്പെൻഷൻ നടത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. അത് നേരത്തെയുള്ള അന്വേഷണത്തിൽ, SOG കമാൻഡിൻ്റെ അന്വേഷണത്തിൽ റിപ്പോർട്ടിൽ അതുണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ 2 കമാൻഡോകളെ, ഇവർ രണ്ടുപേരെയും IRBയിലാണ്, ഇവരെ IRB കമാൻഡൻ്റാണ് മുഹമ്മദ് മുദിനുദ്ദീനാണ് തിരിച്ചെടുത്തത്. ആ തിരിച്ചെടുത്ത ഉത്തരവാണ് ഇപ്പോൾ DIG ഇൻചാർജായ R ആനന്ദ് റദ്ദ് ചെയ്ത് ഉത്തരവിറക്കിയിരിക്കുന്നത്. ആ ഉത്തരവ് പ്രകാരം അവർ കഴിഞ്ഞ 28-ാം തീയതി മുതൽ അവർ സസ്പെൻഷനിൽ അന്വേഷണ കാലയളവിൽ ഉടനീളം തുടരണം എന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്നത്. അത് R ആനന്ദിൻ്റെ ഉത്തരവിൽ വളരെ കൃത്യമായ ചില കണ്ടെത്തലുകൾ കൂടിയുണ്ട്. SKN ഒന്ന്, ഇവർ ഈ രഹസ്യങ്ങൾ ചോർത്തി നൽകി എന്ന് റിപ്പോർട്ടിൽ നേരത്തെ ഉണ്ട് എന്ന് പറയുന്നു. മറ്റൊരു കാര്യം, അതിൻ്റെ ഉത്തരവിൻ്റെ പകർപ്പ് 24 ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരെ തിരിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിന് പുറകിൽ ആസൂത്രിതമായ ചില ഇടപെടലുണ്ട് എന്നുള്ളതാണ്. അതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കണം. അതായത് IRBയുടെ ഭരണതലത്തിലുള്ള കമാൻഡൻറ്റും അതുപോലെ ഡെപ്യൂട്ടി കമാൻഡൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ ചുമതലയിൽപ്പെട്ടവർ ഇവരെ തിരിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, അതായത് ഗുരുതരമായ കുറ്റം ചെയ്തവരെ തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടത്തി എന്നുകൂടി ഉത്തരവിൽ പറയുന്നു. അങ്ങനെ ഗൗരവമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവരെ രണ്ടുപേരെയും സസ്പെൻഷനിൽ തുടരാൻ വേണ്ടിയാണ്, അതായത് തിരിച്ചെടുത്ത ഉത്തരവ് റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത്. SKN. ഓക്കെ, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ ഉത്തരവ് റദ്ദാക്കി എന്നുള്ളത് ശരിയായ നടപടിയായിട്ട് തോന്നി.